അന്തരിച്ച CPM നേതാവ് പുഷ്പന്റെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തുകയാണ്. കണ്ണൂർ ചൊക്ലിയിലെ വീട്ടിൽ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി എത്തിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജോ, സഖാവ് പുഷ്പന്റെ വീട്ടിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയുണ്ടായി. എന്തായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ? ശ്രീലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് കൂത്തുപറമ്പ് സമര പോരാളി സഖാവ് പുഷ്പൻ അന്തരിച്ചത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി PBCC യോഗങ്ങൾക്കായി ഡൽഹിയിലായിരുന്നു. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തിരികെ മടങ്ങിയെത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി കൂത്തുപറമ്പ് സമര പോരാളിയുടെ ചൊക്ലി മേനപ്പുറത്തെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്. അതിനുശേഷം സംസ്കാരം നടന്ന സ്ഥലവും പുഷ്പനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥലത്തെത്തിയും മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. സഖാവ് പുഷ്പനുമായി വളരെയധികം വ്യക്തിബന്ധം പുലർത്തിയ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2 വർഷം മുൻപ് DYFI പുഷ്പന് വേണ്ടി പ്രത്യേക പുതിയ വീട് നിർമ്മിച്ചപ്പോൾ അത് കൈമാറ്റം നിർവഹിച്ചതടക്കം മുഖ്യമന്ത്രിയായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ ഭൂമികയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കണ്ണൂർ കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്ന ഘട്ടത്തിലും പുഷ്പനുമായി വളരെ അടുത്ത വ്യക്തിബന്ധമടക്കം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ്. സമരരംഗത്തൊക്കെ സജീവമായ അത്തരം ആത്മബന്ധങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരികെ എത്തി. പിന്നീട് നേരെ കണ്ണൂരിലെ ആദ്യ പരിപാടി എന്ന നിലയ്ക്ക് നിശ്ചയിച്ചിരുന്നത് പുഷ്പന്റെ വീടും സംസ്കാരം നടത്തിയ സ്ഥലവും അടക്കം സന്ദർശിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്ന നിലയ്ക്കായിരുന്നു ക്രമീകരണം ഒരുക്കിയത്. ഇപ്പോൾ ഇത് പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തിരികെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശരി, അന്തരിച്ച സഖാവ് പുഷ്പന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി അനുശോചനം അറിയിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടെ എത്തിയത്.